ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എന്തെല്ലാവരും വർത്താനം? സുഖമല്ലേ? അൽഹംദുലില്ലാ, അമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം ഞാൻ മക്കളാരും എണീറ്റിട്ടില്ല കേട്ടോ. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അപ്പം ഞാൻ മെല്ലെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ജസ്റ്റ് ഒന്ന് ഫ്രണ്ടത്തെ ഡോറൊക്കെ ഒന്ന് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇന്നലെ രാത്രി മഴ പെയ്തിക്കണെന്നുള്ളത്. എന്താ ചെയ്യുക, ഞാൻ ഇന്നലെ രാത്രി തിരുമ്പിയത് ആറിടലിന് മുകളിൽ. ഞാൻ മിക്ക ദിവസം പകലാണ് ആറിടൽ. ഇന്നലെ ഞാൻ എന്തോ വെയിൽ കൊള്ളാൻ മടിയായിട്ട് ഉച്ചക്ക് വാഷിംഗ് മെഷീനിൽ അവിടെ തിരുമ്പിയിട്ടിട്ട് രാത്രിയാണ് കേട്ടോ ആറിടുന്നത്. അപ്പോഴതാ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ മഴയും പെയ്തിട്ടുണ്ട്. സാരമില്ല, ഇനി ഏതായാലും മുകളിൽ നല്ല വെയിലാണ്. വൈകുന്നേരം ആവേണ്ട ഒരു ഉച്ചയാകുമ്പോൾ തന്നെ അതങ്ങോട്ട് ഉണങ്ങി കിട്ടിക്കോളും. അങ്ങനെ അതാ നേരെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടോ. അപ്പം ഞാൻ തലേ ദിവസം തന്നെ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേനും. ഞാൻ ഈ ഒരു ഉഴുന്നും പച്ചരിയൊക്കെ പുതിർത്തുമ്പോൾ 2 ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് ഒരു തവണ ദോശ ഉണ്ടാക്കും, പിന്നെ ഒരു തവണ ഇഡ്ഡലി ഉണ്ടാക്കും. അതന്നെ ഇന്നിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ദോശ ഉണ്ടാക്കും. അങ്ങനെ അടുപ്പിച്ചുണ്ടാക്കലില്ല, അങ്ങനെ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. പക്ഷെ മാവ് ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ഒന്നും ആവില്ല. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും ആവില്ല കേട്ടോ മാവ്. അപ്പം ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇഡ്ഡലിയിലേക്ക് ഞാൻ സാമ്പാർ കൂടി സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാമ്പാർ എന്ന് പറയുമ്പം എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ, എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ. അങ്ങനെ ഞാൻ ആദ്യം പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചു. എൻ്റെ കയ്യിൽ കുറച്ച് മറ്റേ ചുവന്ന പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് വാങ്ങിയതിനും, പക്ഷെ എനിക്കെന്തോ പരിപ്പ് കറി വല്ലാണ്ട് അങ്ങോട്ട് പറ്റുന്നില്ല, ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം. അപ്പം ഞാൻ ജസ്റ്റ് സാമ്പാർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അത് പരിപ്പ് എന്തായാലും തീർക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് അധികം പരിപ്പിട്ടിട്ടാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികം പരിപ്പിട്ടാൽ സാമ്പാർ കുറച്ച് നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ. അങ്ങനെ പരിപ്പ് കുക്കറിൽ അവിടെ വെച്ചിട്ട് ഞാൻ മെല്ലെ ജസ്റ്റ് ഒരു വെള്ളം കുടിക്കാൻ വിചാരിച്ചു. പക്ഷെ രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര വിശപ്പ് കേട്ടോ. കാരണം തലേ ദിവസം നേരത്തെ കാലത്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടേനും. എനിക്കൊന്നൊരു 8 മണിയാകുമ്പോഴേക്കും ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടേനും. പക്ഷെ ഉറങ്ങുമ്പോൾ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി 1000 ബേബീസൊക്കെ കണ്ട് തോന്നുന്നുണ്ട്. 1000 ബേബീസൊക്കെ കണ്ടിട്ട് നല്ല ലേറ്റ് ആയിക്കിട്ടേനും ഉറങ്ങുമ്പം. അങ്ങനെ ഞാൻ ഒരു റോബസ്റ്റ പഴം കൂടി കഴിച്ചിട്ട് മെല്ലെ ഞാൻ ഫ്രിഡ്ജൊന്ന് തപ്പി എന്തൊക്കെ വെജിറ്റബിൾസാണ് ഉള്ളത് എന്നുള്ളത്. ഫ്രിഡ്ജിൽ എന്തായാലും വഴുതന ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിൻ്റെ 2 ദിവസം മുന്നേ കുറച്ചധികം വഴുതന വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വഴുതന ഇങ്ങനെ നല്ല തിന്നായിട്ട് റൗണ്ടിൽ പൊരിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുക അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചധികം വഴുതന വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നത്. അപ്പം നമ്മൾ ഡിസ്ചാർജൊക്കെ ആയി വന്നപ്പോഴേക്കും ഒരു 3-4 എണ്ണം ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു 2-3 എണ്ണം ഉണ്ട് നല്ലത്. അപ്പം അതെടുത്തിട്ട് അങ്ങനെ ഒരു വഴുതന സാമ്പാറെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ കുറച്ച് അധികമായിട്ടുള്ളത് വഴുതിനാണ്. ഞാൻ ചെറിയൊരു പീസ് ഇളവിന് അത് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഒരു 2-3 ബീൻസും കൂടി കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ കൂടുതലും വഴുതിനാണ് കേട്ടോ ഇടുന്നത്. വഴുതിന് ഞാൻ 3 വഴുതിന ഇട്ടിരുന്നു. ഫസ്റ്റ് ഞാൻ 2 എണ്ണം എടുത്ത് കട്ട് ചെയ്തു. പിന്നെ എനിക്കത് മതിയാവില്ലാന്ന് തോന്നിയപ്പം ഒന്നുകൂടി ഇട്ടിട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഉരുളക്കിഴങ്ങ് എന്തോ സാമ്പാറത്തെ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ തീരെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. കാരണം വെറുതെ ഇട്ടിട്ട് ഞാനല്ലാതെ വേറെ ആരും കഴിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടില്ല. എനിക്കിഷ്ടമുള്ള ഐറ്റംസ് ഇതൊക്കെ തന്നെയാണ് സാമ്പാറിൽ. ഈ വഴുതിന, പച്ചക്കായ്, പിന്നെ വെണ്ടക്ക, ഈ 3 ഐറ്റംസ് ആട്ടോ എനിക്ക് സാമ്പാറിൽ കഴിക്കാൻ ഇഷ്ടം. പിന്നെ മത്തനും ഇഷ്ടമാണ്. പക്ഷെ മത്തനൊക്കെ എങ്ങനെയായാലും സാമ്പാറൊക്കെ ആകുമ്പോഴേക്കും മത്തനെ കുടഞ്ഞു പോകുമല്ലോ. അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട്. പരിപ്പ് വെന്തപ്പോൾ ഞാൻ മെല്ലെ പീസസൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഈ ഒരു പീസൊക്കെ ഞാൻ ചില സമയത്ത് വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, വേഗം സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു കറി രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സെയിം കറിന് ഉച്ചക്ക് കൊടുക്കുക എന്നുള്ളത്. കാരണം ഉച്ചക്ക് ഞാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പം എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് സർജറി കഴിഞ്ഞതുകൊണ്ട് എൻ്റെ ഇളയച്ചിമാരിൽ ആരെങ്കിലും ഒരാളിൻ്റെ കൂടെ നിൽക്കും കേട്ടോ. അപ്പം ഇന്ന് ഇപ്പോൾ ഉള്ള ആൾക്ക് ഇന്ന് ഉച്ചക്ക് എന്തോ പരിപാടി ഉണ്ട്. അപ്പോൾ ഓള് പോവും. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. മക്കളാണെങ്കിൽ ഒരു പേരിന് മാത്രം ഒരു നുള്ളിൽ കറി വെച്ചിട്ട് കഴിക്കുകയല്ലേ ചെയ്യുക. അങ്ങനെ വെന്ത പരിപ്പിലേക്ക് ഈ പീസസൊക്കെ കട്ട് ചെയ്തിട്ടു. പിന്നെ 2 തക്കാളിയും ചെറിയ പീസ് ഉള്ളി, കറിവേപ്പില, മല്ലിയില, പച്ചമുളക് അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും മല്ലിപ്പൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികൾ ഇട്ടിട്ട് അതവിടെ ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. ഒരൊറ്റ വിസിൽ തന്നെ വന്ന് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫുൾ വിസിൽ പോകും. അല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ വെന്തുടഞ്ഞു പോവും ഈ കഷ്ണങ്ങളൊക്കെ, പ്രത്യേകിച്ച് വഴുതിനൊക്കെ.
ഞാൻ സാമ്പാർ ആ ഒരു പ്രോപ്പറായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വഴുതന പിന്നെ തക്കാളി വെണ്ടക്ക തന്നെ ഇത് മൂന്നും കുക്കറിലിടാറില്ല കേട്ടോ. ഇത് മൂന്നും ജസ്റ്റ് ബാക്കി എല്ലാ പീസും കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വരുത്തിയിട്ട് ഈ ഒരു പീസ് മാത്രം വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുകയാണ് ചെയ്യൽ. പക്ഷേ ഇന്നിപ്പം ഈ ഒരു കാര്യമായിട്ട് ആ ഒരു വഴുതനേലുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിക്കുന്നുണ്ട്. പിന്നെ അതാ ഞാൻ ഇഡ്ഡലിക്കുള്ളതും കൂടി വെക്കുന്നുണ്ട്. എനിക്ക് ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഒരു എക്സക്കാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് എത്ര ടൈം ഇങ്ങനെ ആവി കയറ്റണം എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് തൊട്ടൊക്കെ നോക്കും വെന്തോ ഇല്ലയെന്ന് അറിയാൻ. എനിക്കിപ്പോഴും അതിൻ്റെ ഒരു കറക്റ്റ് ടൈം എത്ര എന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഇഡ്ഡലി അങ്ങനെ വെച്ച് സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും പിന്നെ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. പിന്നെ നോർമലി നമ്മൾ കടുകും കറിവേപ്പിലയും ചുവന്നമുളകും പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് അതും കൂടി തൂമിച്ച് ഒഴിച്ചാൽ സാമ്പാർ നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുളി പിഴിഞ്ഞ് കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് തിളപ്പിക്കണമായിരുന്നു. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാനിത് തിളപ്പിച്ചിട്ടില്ല എന്നുള്ളത്. ഞാൻ അങ്ങനെ അതിലേക്ക് ആ ഒരു കടുക് തൂമിച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്തത്. ഈ വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് ആ ഒരു ബോധം വന്നത് ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്നുള്ളത്. അതാ അപ്പോഴേക്കും ഞാൻ ഇഡ്ഡലി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു മിനിറ്റ് അങ്ങനെ പുറത്ത് വെച്ചിട്ട് പിന്നാണ് കേട്ടോ അതൊന്ന് സെപ്പറേറ്റ് ആക്കി മാറ്റൽ. അതാകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് കിട്ടില്ല ശരിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യൽ. കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് ഒരു മിനിറ്റ് ജസ്റ്റ് ആവി തട്ടിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ കടുക് വീറ്റിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വീറ്റി കൊടുത്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ മൂടി വെക്കും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാസിൻ്റെ മുകളിൽ ഫുള്ളും അതിൻ്റെ ആ എണ്ണമെഴുക്കാവും. എങ്ങനെയായാലും എണ്ണമെഴുക്കാവും കേട്ടോ. പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചൊന്ന് കുറയുന്നത് പോലെ എനിക്ക് തോന്നും. അല്ലാതെ കടുക് പൊട്ടി എല്ലായിടത്തും എത്തിപ്പോവും. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പിലും ചുവന്നമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് സാമ്പാർ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോവും. എന്നിട്ട് ഈ ഒരു സാമ്പാറിലേക്ക് ഒഴിക്കുമ്പം സാമ്പാർ ഒന്നുകൂടി നല്ല തിക്കായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അതാ വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇഡ്ഡലി സാമ്പാർ അല്ലെങ്കിൽ ദോശ സാമ്പാർ എന്നൊക്കെ പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്കൊന്ന് മിക്ക ആൾക്കാർക്കും ഇഷ്ടമായിരിക്കും ഈ ഒരു ഇഡ്ഡലി ദോശ അങ്ങനത്തെ ഐറ്റംസൊക്കെ. ഞാൻ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് എൻ്റെ ലൈച്ചി ഹസനൊക്കെ ഒന്ന് കുളിപ്പിച്ച് അങ്ങനെ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. പിന്നെ എൻ്റെ സമാൻ ഓനൊരു പേരിന് മാത്രമാണ് ഓന് ഇഡ്ഡലി എടുത്തിട്ടുള്ളത്. ഓനത് ചിലപ്പോഴേ കഴിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഉച്ച വരെ ഓൻ ആ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കും. ആ പ്ലേറ്റ് കഴുകാനോ അതിലുള്ള ഇഡ്ഡലി ഒഴിവാക്കാനോ ഓന് സമ്മതിക്കില്ല. ഇനിയിപ്പോൾ അത് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാലുള്ള അടുത്ത പണിയാണ് കേട്ടോ ഈ ഒരു പാത്രം കഴുകൽ. ഇഷ്ടം പോലെ പാത്രം ഉണ്ടാവും ഉണ്ടാക്കിയത്. അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഇങ്ങനെ പാത്രം കഴുകാൻ. പ്രത്യേകിച്ച് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഒന്നെങ്കിൽ കിടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞ് നേരെ വന്ന് അടുത്ത പണി എടുക്കാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെ ഇന്നെന്തായാലും വേഗം പണിയൊക്കെ തീർക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച പാടെ തന്നെ പാത്രം കഴുകാനുള്ള ഡ്യൂട്ടി എടുത്തിക്കണ്.
ഇന്നിനിപ്പം കാര്യമായിട്ട് ഉച്ചക്ക് പണിയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ കറി രാവിലെ തന്നെ ആക്കിയതുകൊണ്ട് മെയിനായിട്ടുള്ള പണി എന്ന് പറയുന്നത് കറി ഉണ്ടാക്കലാണല്ലോ. ആ പണി പിന്നെ രാവിലെ തന്നെ കഴിഞ്ഞതുകൊണ്ട് ആ ഒരു കാര്യമില്ല. ജസ്റ്റ് ചോറുണ്ടാക്കണം, പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, ചിക്കനും ഒന്ന് ഫ്രൈ ആക്കുക, ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇതിപ്പോൾ കണ്ടു എൻ്റെ ജമാൻ ഉച്ചയായിട്ടും ആ ഇഡ്ഡലി പാത്രമായിട്ട് അങ്ങനെ നടക്കുന്നത്. ഓൻ അങ്ങനെ ഉണ്ടോ, ഓനക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അടുത്ത സാധനം കിട്ടുന്നത് വരെ ഓൻ്റെ കയ്യിൽ അത് തന്നെ ആയിരിക്കും. അതിപ്പോൾ ഫുഡായാലും ടോയ് ആയാലും എന്തായാലും ഓൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ അതാ ഇപ്പോൾ വരുമ്പോൾ മധുരക്കിഴങ്ങ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് വൈകുന്നേരം ഒന്ന് പുഴുങ്ങാന്ന്. പിന്നെ ചിക്കന് ഞാൻ ഇപ്പോൾ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ നേരെ വെക്കുകയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ആവശ്യത്തിന് എയർ ഫ്രയറിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കന് ഞാൻ നേരെ ഫ്രിഡ്ജിൽ കയറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കുറച്ച് എയർ ഫ്രയറിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ആക്കാൻ വിചാരിച്ചു. ഞാൻ എയർ ഫ്രയറിൽ വെച്ച് ഫ്രൈ ആക്കുമ്പോൾ എനിക്ക് ഡിഫറൻസ് തോന്നിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റായിട്ട് ചിക്കൻ അതിൽ ഫ്രൈ ആക്കിയ സമയത്ത് ഞാൻ കുറച്ചധികം തൈര് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മീൻസ് തൈരിൻ്റെ ആ ഒരു പുളിയൊക്കെ ആയിട്ട് ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആക്കുന്ന സമയത്ത് ഞാൻ കുറച്ചേ തൈര് ചേർത്തിട്ടുള്ളൂ. പക്ഷെ ഇത് ചിക്കൻ എനിക്ക് ഭയങ്കര ഡ്രൈ ആയ പോലെ ഫീൽ ചെയ്തു. ഇനി ഇൻഷാല്ലാ ഒരു തവണ കൂടി ട്രൈ ചെയ്യുമ്പോൾ കുറച്ചധികം തൈരാക്കിയിട്ട് നോക്കണം. അപ്പം നമുക്ക് ഒരു ഡിഫറൻസ് മനസ്സിലാവുമല്ലോ എന്താണ് ടേസ്റ്റ് എന്നുള്ളത്. അങ്ങനെ ഞാനിതാ ചെറുതാക്കി ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ മെയിൻ ആയതും ഈ ഒരു കത്രികയാണ് കേട്ടോ. ഞാനിപ്പം ചിക്കനായാലും ബീഫായാലും മീനായാലും ഒക്കെ ഈ ഒരു കത്രിക ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യൽ. ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഈ ഒരു ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ. കത്തിയാണെങ്കിൽ ഭയങ്കര മെനക്കേടാണ്. കത്തിയാണെങ്കിൽ മൂർച്ചയും ഉണ്ടാവില്ല, പോയി മൂർച്ചയാക്കി കട്ട് ചെയ്ത് കട്ടിങ് ബോർഡൊക്കെ എടുത്ത് കട്ട് ചെയ്യണതിനെക്കാട്ടി ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അത് ലഞ്ചിന് ഇത്ര ഐറ്റംസാണ് കേട്ടോ ഇന്നുള്ളത്. ചോറ്, സാമ്പാർ, പിന്നെ ബീൻസിൻ്റെ ഉപ്പേരി, ചിക്കൻ ഫ്രൈ. ഇത്രയും ഐറ്റംസാണ് ഇന്നുള്ളത്. ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാമല്ലോ. അപ്പം ഞാനിതാ ബീൻസും കൂടി ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ബീൻസ് കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ വാങ്ങുന്നത്. ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം പയർ. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പയർ കൂട്ടി ചെറുതായിട്ടൊരു മടുപ്പ് വന്നിരിക്കണം. പ്രത്യേകിച്ച് നല്ല പച്ച കളറുള്ള പയറുണ്ടല്ലോ, അതെന്തോ എനിക്ക് മറ്റേ പയറിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നു. ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നുന്നു. മറ്റേ ആ ഒരു ലൈറ്റ് പച്ച കളറുള്ള ആ ഒരു പയറുണ്ടല്ലോ, ഈ ഒരു ബീൻസിൻ്റെ കളറൊക്കെ ഉള്ള ആ ഒരു പയറും, അത് ഞാൻ വെറുതെ എടുത്തിട്ട് ഇങ്ങനെ ഉപ്പേരി വെച്ചാൽ കൂട്ടും. എനിക്ക് അത്ര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു പച്ച കളറുള്ള പയറിന് എന്തോ ആ ഒരു പയറിൻ്റെ ടേസ്റ്റ് കിട്ടാത്ത പോലെ തോന്നി. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി കിച്ചണും ക്ലീൻ ചെയ്ത് ഞാൻ മെല്ലെ ഇറങ്ങിട്ടോ. പക്ഷേ ചോറിപ്പോഴും കുക്കായിട്ടില്ല, റൈസ് കുക്കറിൽ തന്നെ ഉണ്ട്. എന്നിട്ട് ഞാൻ മെല്ലെ ഹോളിൽ വന്ന് നോക്കിയപ്പം കണ്ടോ ഇതാണ് അവസ്ഥ. നിഹാല ഫുൾ ക്ലീൻ ആക്കിയിട്ട സ്ഥലം. എൻ്റെ മക്കൾ വീണ്ടും ടോയ്സ് എടുത്ത് കൊണ്ടുവന്ന് തട്ടി ഫുള്ള് അലമ്പാക്കിക്കണ്. ഇനിയിപ്പോൾ അതാ ഞാൻ കുറച്ച് നേരം ചിക്കനൊന്ന് മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഞാൻ ജസ്റ്റ് എയർ ഫ്രയറിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്കൊരു എന്താ പറയുക സ്പ്രേ ബോട്ടിൽ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്പ്രേ ബോട്ടിലാണെങ്കിൽ ശരിക്കും ഒന്നുകൂടി നല്ല മുരിഞ്ഞ് കിട്ടുമെന്ന്. നമ്മളെന്തായാലും എണ്ണയിൽ വറുത്ത് പൊരിച്ചെടുക്കണ ആ ഒരു അത്രയും ഓയിൽ വേണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ അത് ഞാനിതാ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു 20-30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും രണ്ട് സൈഡും നല്ലപോലെ മുരിഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. ഇനിയിപ്പം ഈ ഒരു എയർ ഫ്രയറിലാണെങ്കിൽ ഇതിലൂടെ നല്ലോണം കാണുകയും ചെയ്ത് കരിയുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ കാണാനും പറ്റും. അങ്ങനെ ഒരു 30 മിനിറ്റ്, ഒരു 15 മിനിറ്റ് ഒരു സൈഡും 15 മിനിറ്റ് അടുത്ത സൈഡും പാടി കുക്ക് ചെയ്തിട്ട് നല്ലപോലെ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അത്യാവശ്യം നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല സാമ്പാറും ചിക്കൻ ഫ്രൈയും പിന്നെ ഉപ്പേരിയും കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ഒരാൾ ഇതാ അരവണപ്പായസം എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു അരവണ. അങ്ങനെ മെല്ലെ അരവണൊക്കെ കുടിച്ച് ഞാൻ മെല്ലെ സോപ്പിട്ട് ഓനെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തി ഉറക്കിയിട്ടുണ്ട്. ഇവൻ ഈ ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മഗ്‌രിബൊക്കെ ആയിക്കഴിഞ്ഞാൽ വല്ലാത്ത വാശിയും കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ. ആ ഒരു ഉച്ചക്ക് ഉറങ്ങിയാൽ അത്ര തന്നെ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇപ്പം എന്തോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഓൻ്റെ സ്വഭാവം ഫുള്ള് ചേഞ്ച് ആയിക്കണം. ഭയങ്കര വാശിയും കരച്ചിലൊക്കെ അയക്കണം കേട്ടോ. ആദ്യത്തേനേക്കാളും ഭയങ്കര വാശിയും കരച്ചിലും അയക്കണം. ഞാൻ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു
ചിലപ്പോൾ ഞാൻ ഇല്ലാഞ്ഞിട്ടാണോ എന്നെ കാണാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല, ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും എൻ്റെ വൈത്താലെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇനി പോകുമെന്ന് പേടിച്ചിട്ടാണോ എന്നും അറിയില്ല. അങ്ങനെ അതാ എസക്കും ഇസാൻക്കും ഞാനിപ്പം ആ ഒരു ലാപ്ടോപ്പിൽ കാർട്ടൂൺ വെച്ച് കൊടുക്കലാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാളും നല്ല അടിയാണ്. ഭയങ്കര അടിയെന്ന് വെച്ചാൽ ഭയങ്കര എൻ്റെ സാധനം ഓളെടുത്ത് എൻ്റെ സാധനം ഓനെടുത്ത് എന്ന് പറഞ്ഞിട്ട് രണ്ടാളും പൊരിഞ്ഞടിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു 5 മണി ഒക്കെ ആയപ്പോൾ മെല്ലെ കിച്ചണിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇപ്പോൾ വരുമ്പം ഈ ഒരു മധുരക്കിഴങ്ങും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതൊന്ന് വേവിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഫിലിമും കാണാൻ വിചാരിച്ചിട്ടോ, 1000 ബേബീസ് ഇന്നലെ രാത്രി കണ്ടതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ രാത്രി 3 എപ്പിസോഡ് എന്തോ കണ്ടിട്ടോ. ലാസ്റ്റ് ഒരു 1:30-1:45 ആയപ്പോൾ പിന്നെ നല്ലപോലെ ഉറക്കം വന്നപ്പോൾ മെല്ലെ അത് ഓഫാക്കി. അപ്പോൾ അതിൻ്റെ ബാക്കി എപ്പിസോഡ് കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതും വെച്ചിട്ട് ഇരുന്ന് കാണാമെന്ന്. അങ്ങനെ ഇതാ മധുരക്കിഴങ്ങൊക്കെ നല്ല പോലെ കഴുകിയെടുത്തിട്ട് ഞാനിതാ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാട്ടോ വേവിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പുപൊടി വിതറി കൊടുത്താൽ ആ ഒരു ആവിയിൽ ഉപ്പും അതിൽ പിടിച്ചിട്ട് സംഭവം നല്ല സെറ്റായിട്ട് കിട്ടിക്കോളും. കുറച്ച് ഉപ്പ് വിതറിയാൻ വേണ്ടിയിട്ടും ഞാൻ കുറച്ചധികം ഉപ്പ് വിതറി. പിന്നെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി പച്ചവെള്ളം എടുത്ത് വെച്ചു. അപ്പോൾ പിന്നെ അതങ്ങനെ സെറ്റായിക്കോളുമല്ലോ. അങ്ങനെ അതാവുന്ന നേരം കൊണ്ട് ഞാൻ മക്കൾക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. ഇവിടെ എസ്സിയും ഇസാനും ഒന്നും ഈ ഒരു സംഭവം കഴിക്കില്ല, അതായത് മധുരക്കിഴങ്ങ് കഴിക്കില്ല. അപ്പം ഞാൻ അവർക്ക് കഴിഞ്ഞ ദിവസം ഇപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ന്യൂഡിൽസ് ഉണ്ട് കേട്ടോ, ടോപ്പ് രാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷിസ്വാൻ്റെ ഫ്ലേവറിൽ ഈ ഒരു ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് പൊട്ടിച്ച് അതിൻ്റെ കളറ് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് പേടിയായിട്ടോ. പേടിയായി മീൻസ് ഇവരത് കഴിക്കുമോ എന്നൊരു ഡൗട്ടായി, കാരണം നല്ല റെഡ് കളർ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി നല്ല സ്പൈസി ആയിരിക്കും എന്നുള്ളത്. സ്പൈസി ആണെങ്കിൽ ഇവർ കഴിക്കില്ല. രണ്ടാൾക്കും സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ ഭയങ്കര മടിയാണ്. എരിയണെന്ന് പറഞ്ഞിട്ട് തൊട്ടുപോലും നോക്കൂല. അപ്പം ഞാനിത് പൊട്ടിച്ച് അതിലിട്ടപ്പോൾ എനിക്ക് അത്ര കുഴപ്പം തോന്നിയില്ല. പക്ഷേ ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി നല്ല സ്പൈസി ആയിരിക്കും എന്നുള്ളത്. ആ പറഞ്ഞതുപോലെ തന്നെ ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു. പിന്നെ എന്തോ ഒരു പുളീൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് ഞാൻ ചെറിയൊരു പീസ് മാഗീൻ്റെ ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ, അത് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് ഇട്ടപ്പോൾ എനിക്ക് ബാലൻസ് ഒന്ന് സെറ്റായ പോലെ തോന്നി. ഉപ്പും പിന്നെ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ട് അതൊന്ന് സെറ്റായ പോലെ തോന്നി. അല്ലാതെ എനിക്ക് എന്തോ ഒരു പോലെ തോന്നിയിട്ടോ, ഭയങ്കര വെളുത്തുള്ളീൻ്റെ ഭയങ്കര ഒരു ഫ്ലേവറും പിന്നെ ഒരു പുളിപ്പ് പോലെയൊക്കെ. അപ്പോൾ ആ ഒരു ചിക്കൻ ക്യൂബിൻ്റെ ഒരു പീസ് ഇട്ടപ്പം അതങ്ങനെ റെഡിയായി വന്നു. ഉപ്പും ആ ഒരു എരിവും ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വന്നു. അപ്പം ഇതുവരെ കഴിക്കുമെന്ന് എനിക്ക് നല്ല ഡൗട്ടായിട്ടോ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ രണ്ടാളും കൂടി അലമ്പാക്കൂലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പോപ്കോണും കൂടി ഇവർക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ ഈ പോപ്കോൺ ഉണ്ടാക്കുന്ന സമയത്ത് ചില സമയത്ത് ഞാൻ ഓയിലുണ്ടാക്കും, ചില സമയത്ത് ഞാൻ ബട്ടറിലുണ്ടാക്കും. ബട്ടറിലുണ്ടാക്കുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ നോർമൽ ഓയിലെടുത്തിട്ട് അതൊന്ന് ചൂടായപ്പം കുറച്ച് പോപ്കോൺ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഒന്ന് അടച്ചു വെക്കും കേട്ടോ. പൊട്ടി തുടങ്ങുമ്പോഴാണ് ഞാൻ അടച്ചു വെക്കുക, അതിന് മുന്നേ ഞാൻ അടച്ചു വെക്കലില്ല. അതിന് മുന്നേ അടച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യൽ. എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടലുണ്ട്. ഈ ഒരു പോപ്കോണിൻ്റെ ഇങ്ങനെ പൊട്ടുന്നത് കാണാൻ ഇവിടെ ഇസമാൻക്കും എസക്കും ഇസാൻക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുണ്ടാക്കുന്ന സമയത്ത് രണ്ടാൾക്കാരും എൻ്റെ അടുത്ത് വന്നിങ്ങ് നിൽക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ആ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും മധുരക്കിഴങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി മെല്ലെ ഫുഡൊക്കെ ആയിട്ട് പോയിട്ട് ഫിലിം കാണട്ടെ.
1000 ബേബീസ്. സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ ഫുള്ളായിട്ട് കണ്ട്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അടുത്തത് എന്താ നെക്സ്റ്റ് ഇനി എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തോ ക്ലൈമാക്സ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതെന്താ സംഭവം? സത്യം പറഞ്ഞാൽ ക്ലൈമാക്സിലേക്ക് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, എന്തൊക്കെയൊക്കെ പോലെ തോന്നി. പക്ഷെ ആദ്യമൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ട് ക്ലൈമാക്സ് കൊണ്ടുപോയി കൊളാക്കിയ പോലെ തോന്നിട്ടോ. എൻ്റെ പിയാപ്പിളിനോട് ഇത് കാണുന്നതിന് മുന്നേ പറഞ്ഞിട്ട് ക്ലൈമാക്സ് എത്ര പോരാന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ആയിട്ടിടാം.